അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തയ്യോട്ടുചിറ കമ്മുസുഫി സുന്നി സെൻറ്റർ സംഘടിപ്പിക്കുന്ന ഓൺലൈൻ പരിശുദ്ധ ഖുർആൻ പഠന പാരായണ ശിബിരത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നി ആമൻതു ബിറബ്ബികും ഫസ്മഊൻ. قيل ادخل الجنة قال يا ليت قومي يعلمون. بما غفر لي ربي وجعلني من المكرمين. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين. إن كانت إلا صيحة واحدة فإذا هم خامدون. يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون. وإن كل لما جميع لدينا محضرون. ഇൻഷാ അല്ലാഹ് ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നി ആമൻതു. ഇന്നി മുൻഫസിലായ മദ്. ആമൻതു അവിടെ ഇഖ്ഫ ആണ്. ബിറബ്ബികും ഫസ്മഊൻ. ബിറബ്ബികും ചുണ്ട് ഫുള്ളായിട്ട് കൂട്ടണം. ഫസ്മഊൻ എന്നിട്ട് ഫാഇന് വേണ്ടി തുറക്കണം. ഖീല ദഖുലിൽ ജന്നത ഖാല യാ ലൈത ഖൗമി യഅലമൂൻ. ഖീല ദഖുലിൽ ജന്ന. ഷദ്ദുൽ മീമിനെ നല്ല മണിക്കണം. ഖാഫ് ഇസ്തിഗ്ലാന്റെ ഹർഫ് അതിന് നല്ല പവർ കൊടുക്കണം. ബിമാ ഗഫറ ലീ റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ. മുക്ക് അല്ല മുക്ക്. ഗഫറ ലീ ബിമാ ഗഫറ ലീ. പ്രത്യേകം ശ്രദ്ധിക്കാം. وما أنزلنا على قومه من بعده. وما أنزلنا منفصل مد على قومه من بعده من جند من السماء وما كنا منزلين. من السماء മുത്തസിലായ മദ്ദാണ്. എന്താണ് മുത്തസിലായ മദ്, മുൻഫസിലായ മദ്? നമ്മൾ കഴിഞ്ഞ ദിവസം മദ്ദിനെ കുറിച്ച് പറഞ്ഞു.
എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മദ് എന്നാൽ എന്താണ്? ഹർക്കത്തിന്റെ ശബ്ദത്തെ നീട്ടുന്നതിനാണ് മദ് എന്ന് പറയാം. മദ് എത്ര തരണ്ട്? 2 തരണ്ട്. മദ് അസ്ലിയായ മദ് അല്ലെങ്കിൽ ത്വബഈയായ മദ്, രണ്ടാമത്തേത് ഫറഈയായ മദ്. ഇങ്ങനെ 2 തരമുള്ളത്. അതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇനി മുത്തസിലായ മദ്. എന്താണ് മുത്തസിലായ മദ്? ആ മുത്തസിലായ മദ്ദിന് ചില ഉദാഹരണങ്ങൾ നോക്കാം. മദ് മുത്തസിൽ എന്ന് പറഞ്ഞാൽ ചേർന്ന് വന്ന മദ്. ആരൊക്കെ ചേർന്ന് വന്നു? മദ്ദിന്റെ അക്ഷരവും അതുപോലെ തന്നെ ഹംസയും ഒരേ കലിമത്തിൽ ചേർന്ന് വന്നു. ഉദാഹരണം നമ്മൾ ഇപ്പോൾ ഓതിയ മിനസ്സമായി, അവിടെ 7 ഹർക്കത്തിന്റെ ഖദർ നമ്മൾ നീട്ടണം. അതുപോലെ തന്നെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഉൻസില ബിമാ സൂഅ, സൂഅ, അത് മുത്തസിലായ മദ്ദിന്റെ ഉദാഹരണമാണ്. അതുപോലെ ശീഅ, അതും മുത്തസിലായ മദ്ദിന്റെ ഉദാഹരണം. എന്ന പോലെ മറ്റൊരു കലിമത്താണ് അൽ മലായിക ഇദാ ജാഅ, ഇവിടെയൊക്കെ 7 ഹർക്കത്തിന്റെ കഥ നീട്ടണം. അതുപോലെ തന്നെ വശുറകാഉ വസ്സമാഇ സവാഉൻ അലൈഹിം കബായിറ ഉലൈക റിയാഅ الناس ينزل الملائكة قائمة. ഇതിലൊക്കെയുള്ള ഉദാഹരണങ്ങൾ, ഈ ഉദാഹരണങ്ങളെല്ലാം നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. അതിലൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ഇതെല്ലാം ഹംസയും അതുപോലെ മദ്ദക്ഷരവും ഒരേ കലിമത്തിൽ വന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. നേരത്തെ നമ്മൾ പറഞ്ഞു, മറ്റൊന്ന് നമ്മൾ പറഞ്ഞ എന്താണ്? മുൻഫസിലായ മദ്ദാണ്. മുൻഫസിലായ മദ്ദിന്റെ ചില ഉദാഹരണങ്ങൾ നോക്കൂ. എന്താ മുൻഫസിലായ മദ്? മുൻഫസിലായ മദ് എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരവും ഹംസയും വേറെ വേറെ കലിമത്തിൽ വന്നു. അഥവാ ഒരു കലിമത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരവും അടുത്ത കലിമത്തിന്റെ ആദ്യത്തിൽ ഹംസയും വരിക. നോക്കൂ, ഉൻസില ബിമാ ആമന്നാ ഖാലൂ അഖാഫു ഇന്നി ഇദൻ ലഫീ മാ അൽഫൈന. ഇത് 5 ഹർക്കത്തിന്റെ കഥ നീട്ടണം. നൂഹി ഇലൈഹിം അസാ അല്ലാ അന്നമാ ലഹു അഖ്ലദഹ യാ അയ്യുഹല്ലദീന ആമനൂ ബിനിഅമതിഹി ഇഖ്വാനാ റബ്ബനാ ഇന്നനാ മൻ അൻസാരി ഇലല്ലാഹ് വമാ അർസൽനാ തുടങ്ങിയതൊക്കെ എന്താണ്? മുൻഫസിലായ മദ്ദിന്. അപ്പോൾ മദ്ദും മുത്തസിലും മുൻഫസിലും ഇത് നമ്മൾ ശരിക്കും ഈ വീഡിയോയിൽ പഠിക്കണം. ഓക്കെ, ബാക്കി നമുക്ക് പെട്ടെന്ന് ഓതാം. ഇൻ കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദതൻ ഫഇദാ ഹും ഖാമിദൂൻ. ഇല്ലാ സ്വൈഹതൻ വാഹിദതൻ, അവിടെ എന്താണ്? ഒന്നത്തോടുകൂടി ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാം ബിഗുന്ന. യാ ഹസ്രതൻ അലൽ ഇബാദ്, യാ ഹസ്രതൻ അലൽ ഇബാദ്, അവിടെ ഇദ്ഹാറാണ്. തൻവീൻ നമ്മൾ വെളിവാക്കണം. മാ യഅതീഹിം മിർ റസൂലിൻ, നമ്മളവിടെ നൂനിന്റെ ശബ്ദം പോലും വരാൻ പാടില്ല.
ലാമ് റാ ഇത് ഇദ്ഗാം ബിലാ ഗുന്നയാണ്, മണിക്കാനേ പാടില്ല. إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وإن كل അവിടെ ഇഖ്ഫാ ലമ്മ അവിടെ ശദ്ദുൽ മീമിനെ മണിക്കണം. ജമീഉൽ ലദൈന അവിടെ ഇദ്ഗാം ബിലാ ഗുന്ന മണിക്കാനേ പാടില്ല. ലാമ് റാ ഇവയോട് ചേർന്നിട്ട് സാക്കിനായ നൂനോ തൻവീനോ വന്നാൽ മണിക്കാനേ പാടില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോ ദൈർഘ്യം ഭയന്നുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് കുറേശ്ശായിട്ട് ഓതിപ്പിടിക്കാം. അള്ളാഹു ഖുർആൻ കൊണ്ട് രണ്ട് ലോകവും രക്ഷപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.